Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാം ഈ മാസം 25-ാം തീയതി നടക്കാൻ പോവാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. സോ ഡെയിലി MCQസിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് മുട്ടിയുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ 2 ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒന്ന് ക്രാഷ് ബാച്ച്, ദെൻ അത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് 10 മൊഡ്യൂളും കവർ ചെയ്തിട്ടുള്ളതാണ്. ദെൻ രണ്ടാമത് വരുന്നത് MCQs ആൻഡ് മോക്ക് ടെസ്റ്റ് മാത്രം മതി എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അവർക്ക് മാത്രമായിട്ട് MCQs അതിൻ്റെ PDF, MCQ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ് അത് മാത്രമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഇതൊക്കെ ആക്സസ് ചെയ്യുക. ദെൻ നമ്മൾ നെക്സ്റ്റ് ഇനി കൊമേഴ്സ് ബേസ് ചെയ്തിട്ട് വരാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ് കേരള PSCയുടെ. അതിൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. സോ ആ ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് നെക്സ്റ്റ് ചോദ്യമായിട്ട് കാണാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. നമ്മൾ ഇന്നലെ 5 ചോദ്യങ്ങൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ചോദ്യം ഇതാണ്: എ പ്രൊഡക്റ്റ് ലൈൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് പ്രൊഡക്റ്റ് ഐറ്റംസ്. നമ്പർ 2, product mix width refers to the total number of items a company carries within its product line. Number 3, a product item is a specific version of a product that has a distinct designation. Options 1 and 2, 1 and 3, 2 and 3, all are correct. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എ പ്രൊഡക്റ്റ് ലൈൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് പ്രൊഡക്റ്റ് ഐറ്റംസ്. കറക്റ്റ് അല്ലേ? അതിനല്ലേ നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ലൈൻ എന്ന് പറയാം. പ്രൊഡക്റ്റ് ലൈനിൻ്റെ മിക്സാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്പർ 2, പ്രൊഡക്റ്റ് മിക്സ് വിത്ത് റെഫേഴ്സ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എ കമ്പനി ക്യാരീസ് വിത്തിൻ ഇറ്റ്സ് പ്രൊഡക്റ്റ് ലൈൻ. അത് തെറ്റാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കൺസെപ്റ്റ് എന്താ? ഇപ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റ് മിക്സിൽ നമുക്ക് 4 കാര്യങ്ങളാണ് അറിയേണ്ടത്. വിഡ്ത്ത് എന്താണ്, ലെങ്ത് എന്താണ്, ഡെപ്ത് എന്താണ്, കൺസിസ്റ്റൻസി എന്താണ്. സോ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ലൈൻസ് ഏതൊക്കെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വിഡ്ത്ത് എന്ന് പറയാം. ഇപ്പോൾ ഒരു കമ്പനി ഇപ്പോൾ സോപ്പ് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ പേപ്പർ ടവല് വേറൊരു പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഡിയോഡ്രൻസ്, ഇങ്ങനെ 3 എണ്ണം ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഈ 3 എണ്ണമാണ് എന്ത് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. 3 പ്രൊഡക്റ്റ് ലൈൻസ് ആണ്, അതാണ് അതിൻ്റെ വിഡ്ത്ത്. മനസ്സിലായോ? 3 പ്രൊഡക്റ്റ് ലൈൻസ്. ഇനി ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത് അറിയേണ്ടതാണ്. ഈ പ്രൊഡക്റ്റ് ലൈൻസിൽ ടോട്ടൽ എത്രത്തോളം പ്രൊഡക്റ്റ് ഐറ്റംസ് വരുന്നുണ്ട്, അതാണ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സോപ്പ് 5 എണ്ണം, 5 ടൈപ്പ് വരുന്നുണ്ട്, ഡിയോഡറൻ്റ് 5 എണ്ണം, അങ്ങനെ ഈ പറയണ പേപ്പർ ടവലും 5 ടൈപ്പ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടിയിട്ട് നമുക്കിപ്പോൾ 15 ഐറ്റംസ് ആണ് വരുന്നത്. അതിനെയാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുക, ലെങ്ത് ഓഫ് പ്രൊഡക്റ്റ് ലൈൻ. ശരിക്കും അതാണ് ഇവിടെ ആൻസർ. ലെങ്ത്തിനെയാണ് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എ കമ്പനി ക്യാരീസ് വിത്തിൻ ഇറ്റ്സ് പ്രൊഡക്റ്റ് ലൈൻ. മനസ്സിലായി? അതാണ് ലെങ്ത്ത്. ഇനി പിന്നെ ഡെപ്താണ്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ വേർഷൻ ഓഫ് പ്രോഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോഡക്റ്റ് തന്നെ നമ്മളിപ്പോൾ സ്മോൾ സൈസ്, ലാർജ് സൈസ് അല്ലേ, അല്ലെങ്കിൽ ഫാമിലി സൈസ് അല്ല, പലതരത്തിലുള്ള സൈസ്. അപ്പോൾ നമ്പർ ഓഫ് വേർഷൻസ് നമ്മളൊരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നത്, അതാണ്
ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് വേർഷൻസ് ഇതൊക്കെ തരത്തിലുള്ളത് കൊടുക്കുന്നുണ്ടെങ്കിൽ. പിന്നെ കൺസിസ്റ്റൻസി, ഈ പ്രൊഡക്റ്റ് ലൈൻസ് എത്രത്തോളം റിലേറ്റഡ് ആണ്. ഇപ്പോൾ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ, അപ്പോൾ റിലേറ്റഡ് ആണെങ്കിൽ അതാണ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് മിക്സ് പഠിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത്: വിഡ്ത്ത്, ലെങ്ത്ത്, ഡെപ്ത്ത്, കൺസിസ്റ്റൻസി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എ കമ്പനി ക്യാരീസ് വിത്തിൻ ഇറ്റ്സ് പ്രൊഡക്റ്റ് ലൈൻ. അത് തെറ്റല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എ കമ്പനി ക്യാരീസ് വിത്തിൻ ഇറ്റ്സ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അതെന്താ, ലെങ്ത് ആണ്. നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ലൈൻസ് വരുന്നതാണ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി മൂന്നാമത് പറയുന്നത്, എ പ്രൊഡക്റ്റ് ഐറ്റം ഈസ് എ സ്പെസിഫിക് വേർഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ദാറ്റ് ഹാസ് എ ഡിസ്റ്റിങ് ഡെസിഗ്നേഷൻ. കറക്റ്റാണ്. പ്രൊഡക്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് ഒരു യുണീക്ക് ഫീച്ചറുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക് വേർഷനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊഡക്റ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ എന്താ, ഒരു യൂണിറ്റ്. ശരിയാണ്. അപ്പോൾ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ പറഞ്ഞ കൺസെപ്റ്റ് എപ്പോഴും വെക്കാനായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം വരാറുള്ളതാണ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PLCനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം. During the introduction stage, profits are typically negative or low due to high distribution and promotion expenses. PLCയിലെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. Number 2, the primary objective in this stage is to stress brand differences to steal market share. Number 3, competition is usually at its peak during introduction stage. Options only 1 and 3, 2 and 3, all are correct. നമുക്ക് നോക്കാം. നമ്പർ 1, ഡ്യൂറിങ് ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് പ്രോഫിറ്റ്സ് ആർ ടിപ്പിക്കലി നെഗറ്റീവ് ഓർ ലോ ഡ്യൂ ടു ഹൈ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രോഫിറ്റ്സ് നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ കുറവായിരിക്കും. എന്തുകൊണ്ട്? സ്റ്റാർട്ടിങ്ങിൽ ഒരു കമ്പനിക്ക് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹൈ ഡിസ്ട്രിബ്യൂഷനും പ്രൊമോഷൻ എക്സ്പെൻസും വരുന്നത് കൊണ്ട്. കറക്റ്റാണ്. ഇനി നമ്പർ 2, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇൻ ദിസ് സ്റ്റേജ് ഈസ് ടു സ്ട്രെസ് ബ്രാൻഡ് ഡിഫറൻസസ് ടു സ്റ്റീൽ മാർക്കറ്റ് ഷെയർ. അത് തെറ്റല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ബ്രാൻഡ് ഡിഫറൻസസ് മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതാണോ? അല്ല. പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള അവയർനെസ് പബ്ലിക്കിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ള അവയർനെസ് കൊടുക്കുക, അതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. നമ്പർ 3, കോമ്പറ്റീഷൻ ഈസ് യൂഷ്വലി അറ്റ് ഇറ്റ്സ് പീക്ക് ഡ്യൂറിങ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. അതും തെറ്റല്ലേ? കോമ്പറ്റീഷൻ പീക്കായിട്ട് നിൽക്കുന്നത് മെച്യൂരിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നോക്കുന്നു, അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂടുതൽ എക്സ്പെൻസസ് പ്രൊമോഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. കോമ്പറ്റീഷൻ അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൽ ആയി വരുന്നുള്ളൂ, ഇങ്ങനൊരു സാധനം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയിക്കുകയാണ്. സോ കോമ്പറ്റീഷൻ പീക്ക് വരുന്നത് മെച്യൂരിറ്റിയിലാണ്, അല്ലാണ്ട് ഇൻട്രൊഡക്ഷനിലല്ല. ഓക്കെ, ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റ് അറിഞ്ഞു വരേണ്ട ഒരു ടൈമാണ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി വരുന്നത്. ഓൺലി 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. സെയിൽസ് റൈസ് മോസ്റ്റ് റാപ്പിഡ്ലി ഡ്യൂറിങ് ദ ഗ്രോത്ത് സ്റ്റേജ്. സെയിൽസ് ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഗ്രോത്ത് സ്റ്റേജിൽ. നമ്പർ 2, ഇൻ ദ മെച്യൂരിറ്റി സ്റ്റേജ് ദ ഫേംസ് മെയിൻ ഗോൾ ഈസ് ടു ഡിഫെൻഡ് മാർക്കറ്റ് ഷെയർ. നമ്പർ 3, പ്രൈസസ് യൂഷ്വലി ഇൻക്രീസ് ഡ്യൂറിങ് ദ മെച്യൂരിറ്റി സ്റ്റേജ് ബിക്കോസ് ഡിമാൻഡ് ഈസ് സോ ഹൈ. 1 and 3, 1 and 2, 2 and 3, all are correct. നോക്കാം നമുക്ക്. നമ്പർ 1, സെയിൽസ് റൈസ് മോസ്റ്റ് റാപ്പിഡ്ലി ഡ്യൂറിങ് ഗ്രോത്ത് സ്റ്റേജ്. കറക്റ്റ് അല്ലേ? സെയിൽസ് ഏറ്റവും കൂടുന്നത് ഗ്രോത്ത് സ്റ്റേജിലാണ്. ആ ഒരു സമയത്താണ് നമുക്ക് പ്രോഫിറ്റ് അത്യാവശ്യം ഉണ്ടാകുന്നതും എല്ലാ ചേഞ്ചസും വരുന്നത് ഗ്രോത്ത് സ്റ്റേജിലാണ്. കറക്റ്റ്. നമ്പർ 2, ഇൻ ദ മെച്യൂരിറ്റി സ്റ്റേജ് ഫേംസ് മെയിൻ ഗോൾ ഈസ് ടു ഡിഫെൻഡ് മാർക്കറ്റ് ഷെയർ. കറക്റ്റ് അല്ലേ? മെച്യൂരിറ്റി സ്റ്റേജ് ആകുമ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ്, നമുക്ക് എങ്ങനെയെങ്കിലും മാർക്കറ്റിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ഡിഫെൻഡ് ചെയ്യും. അതാണ് നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്, താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരിയാണ്. നമ്പർ 3, പ്രൈസസ് യൂഷ്വലി ഇൻക്രീസ് ഡ്യൂറിങ് ദ മെച്യൂരിറ്റി സ്റ്റേജ് ബിക്കോസ് ഡിമാൻഡ് ഈസ് സോ ഹൈ. തെറ്റല്ലേ? പ്രൈസസ് ഏറ്റവും കൂടുന്ന ടൈമല്ല മെച്യൂരിറ്റി എന്ന് പറയുന്നത്. മെച്യൂരിറ്റിയിൽ നമ്മൾ പലപ്പോഴും നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ലോങ് ടൈം എക്സിസ്റ്റൻസ് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിന് വേണ്ടിയിട്ട് പ്രൈസസിൽ ചിലപ്പോൾ കുറവ് വരുത്തും. നമ്മൾ ഒരു സ്റ്റേബിൾ പ്രൈസിലോട്ട് പോവും ഈ ഒരു ടൈമിലാവുമ്പോൾ.
അല്ലേ, നമ്മൾ പ്രൈസിനെ കൂട്ടാൻ ശ്രമിക്കില്ല. സോ പ്രൈസസ് യൂഷ്വലി ഇൻക്രീസ് എന്നാണ് ഇവിടെ പറയുന്നത്. തെറ്റാണ്. ഒരു സ്റ്റേബിൾ പ്രൈസിലോട്ട് നമ്മൾ എത്തും, അല്ലെങ്കിൽ അല്ലേ പ്രൈസ് കുറയ്ക്കും. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് തന്നെ തെറ്റാണ്. 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുഷ് പുൾ സ്ട്രാറ്റജീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. എ push strategy involves direct marketing efforts towards the final consumer to induce them to buy. Number 2, a pull strategy relies heavily on advertising and consumer promotion to build brand. Number 3, personal selling to wholesalers is a classic example of push strategy. 1 and 2, 1 and 3, 2 and 3 all are correct. നോക്കാം നമുക്ക് പുഷ് സ്ട്രാറ്റജിയും പുൾ സ്ട്രാറ്റജിയും രണ്ടിൻ്റെയും കൺസെപ്റ്റ് എന്താ. ആദ്യം പറയുന്നുണ്ട് ഇവിടെ പുഷ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് ഡിറക്റ്റ് മാർക്കറ്റിംഗ് എഫേർട്സ് ടുവേർഡ്സ് ദ ഫൈനൽ കൺസ്യൂമർ ടു ഇൻഡ്യൂസ് ദം ടു ബൈ. തെറ്റല്ലേ? അതിനെയാണ് നമ്മൾ പുൾ സ്ട്രാറ്റജി എന്ന് പറയാം. പുൾ സ്ട്രാറ്റജിയുടെ മീനിങ് അത് എന്താണ്? പുൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ആൾക്കാർ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിറക്റ്റ്ലി ഈ പറയുന്ന എൻ കസ്റ്റമറെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മൾ പുൾ സ്ട്രാറ്റജി എന്ന് പറയാം. പുഷല്ല അത്. നമ്മൾ ഹെവി അഡ്വർടൈസിങ് ഒക്കെ നടത്തി നമ്മുടെ മെയിൻ ടാർഗറ്റഡ് ഓഡിയൻസിലോട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൺവേ ചെയ്ത് അവരെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് എന്ത്? പുൾ സ്ട്രാറ്റജി. ഓക്കെ, നേരെ മറിച്ച് പുഷ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ള മെമ്പേഴ്സ് ആരൊക്കെ, ഇപ്പോൾ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സിൻ്റെ ഒക്കെ അവർ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽസ് കൂട്ടാൻ നമ്മൾ സ്ട്രാറ്റജി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പുഷ് സ്ട്രാറ്റജി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് പുൾ സ്ട്രാറ്റജിയുടെ മീനിങ്ങാണ്. പുൾ സ്ട്രാറ്റജിയാണ് എന്ത്? ഡിറക്റ്റ് മാർക്കറ്റിംഗ് എഫേർട്സ് ടു ഫൈനൽ കൺസ്യൂമർ ടു ഇൻഡ്യൂസ് ദം. പുഷല്ല. ഓക്കെ, ഇനി നമ്പർ 2, എ പുൾ സ്ട്രാറ്റജി റിലീസ് ഹെവിലി ഓൺ അഡ്വർടൈസിങ് ആൻഡ് കൺസ്യൂമർ പ്രൊമോഷൻ ടു ബിൽഡ് ഡിമാൻഡ്. കറക്റ്റ് അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞ കസ്റ്റമറെ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഈ പറയുന്ന പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ്ങും അതുപോലെ തന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുന്നതാണ് എന്ത്? പുൾ സ്ട്രാറ്റജി. ഓക്കെ, ഇനി നമ്പർ 3, പേഴ്സണൽ സെല്ലിംഗ് ടു ഹോൾസെയിലേഴ്സ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് പുഷ് സ്ട്രാറ്റജി. കറക്റ്റാണ്. നമ്മൾ പറഞ്ഞു പുഷിലാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മെമ്പേഴ്സ്, ഇൻ്റർമീഡിയറീസിനെ കൂടുതലായിട്ട് അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റർമീഡിയറീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ പുഷ് സ്ട്രാറ്റജിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് ടു ഹോൾസെയിലേഴ്സ് എന്ന് പറയുന്നത് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് പുഷ് സ്ട്രാറ്റജിയാണ്. കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ 2ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്കപ്പോൾ ഒരു ചോദ്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും കൂടുതൽ MCQs പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. റിലേറ്റഡ് വിത്ത് അഡ്വർടൈസിങ്. Advertising is a paid non-personal communication by an identified sponsor. Number 2, institutional advertising focuses on promoting a specific product's features. Number 3, advertising is highly effective for building long-term brand images. 1 and 2, 2 and 3 all are correct. നോക്കാം. Number 1, advertising is a paid non-personal communication by an identified sponsor. കറക്റ്റ് അല്ലേ? നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓൾറെഡി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസിലൂടെയോ അല്ലേ പല കാര്യങ്ങളിലൂടെയോ, പേപ്പറിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, TV ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അഡ്വർടൈസിങ്. നോൺ പേഴ്സണലാണ്, 1-to-1 അല്ല. കറക്റ്റാണ്. നമ്പർ 2, ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വർടൈസിങ് ഫോക്കസസ് ഓൺ പ്രൊമോട്ടിങ് എ സ്പെസിഫിക് പ്രൊഡക്ട്സ് ഫീച്ചേഴ്സ്. തെറ്റല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ അവിടെ സ്ഥാപനത്തിൻ്റെ ഇമേജ്, ഒരു കമ്പനിയുടെ ഇമേജ് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നതിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വർടൈസിങ് എന്ന് പറയാം. പ്രോഡക്റ്റ് അഡ്വർടൈസിങ് ആണ് എന്താ സ്പെസിഫിക് പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വർടൈസിങ് സ്പെസിഫിക് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് പ്രൊമോട്ട് ചെയ്യണു എന്ന് പറയുന്നത് തെറ്റാണ്. കമ്പനി ഇമേജ് വർദ്ധിപ്പിക്കാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വർടൈസിങ് എന്ന് പറയാം. ഓക്കെ, നമ്പർ 3, advertising is
ഹൈലി ഇഫക്റ്റീവ് ഫോർ ബിൽഡിംഗ് ലോങ് ടൈം ബ്രാൻഡ് ഇമേജസ്. കറക്റ്റാണ്. നമ്മൾ അഡ്വർടൈസിങ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടൈമിൽ നമ്മുടെ ബ്രാൻഡ് ഇമേജ് വർദ്ധിക്കും. അതിനാണല്ലോ അഡ്വർടൈസിങ് നടത്തുന്നത്. കറക്റ്റാണ്. അപ്പോൾ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിലെ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങൾ ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കൺസെപ്റ്റ് മനസ്സിലാക്കി സിമ്പിളായിട്ട് പഠിക്കാൻ എപ്പോഴും ശ്രമിക്കുക. കോംപ്ലിക്കേഷൻ വേണ്ട ഒന്നിലും. എത്രത്തോളം നമുക്ക് സിമ്പിളായിട്ടൊരു കൺസെപ്റ്റ് തലയിലേക്ക് കയറുന്നു അത്രത്തോളം അത് തലയിൽ നിന്ന് പോകില്ല. പഠിക്കുമ്പോൾ അതാണ് വേണ്ടത്. നമ്മൾ പഠിപ്പിക്കുന്ന രീതി അതാണ്. ഓക്കെ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ MCQ ആൻഡ് മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ബാച്ചിലും ക്രാഷ് ബാച്ച് ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ പുതിയ ബാച്ചും ഓപ്പൺ ആണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.